തിരുവനന്തപുരത്ത് ഊളംപാറ LP സ്കൂളിൽ വോട്ട് ചെയ്യാൻ വന്ന ചേച്ചിയും അനിയത്തിയാണിത്. ഇത് ഗോമതി, ഇത് തങ്കമ്മ. തങ്കമ്മ, ഇത് ചേച്ചി, ഇത് അനിയത്തി അല്ലേ? എങ്ങനെയുണ്ട് ഈ പ്രായത്തിലുള്ള ഈ വോട്ടിടിയില്? പറയാൻ വയ്യ? എങ്ങനെയുണ്ടായിരുന്നു വോട്ടിട്ടപ്പോ? വോട്ടിട്ടു. ഓർമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ഓർമ്മയ്ക്കൊക്കെ കുറവുണ്ടോ? അങ്ങനെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? താഴെ തന്നെ. എങ്ങനെ വന്നു? ആട്ടോയിൽ വന്നു. ആരാ കൂടെ വന്നേ? നിങ്ങൾ രണ്ടുപേരും വോട്ടിടാൻ പോണോന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തോ? ജനിച്ച കാലം തൊട്ട് ഇതിൽ തന്നെ വോട്ടിടണം. അത് ഞങ്ങൾ മരിക്കുന്ന കാലം വരെ അതിലായിരുന്നു. അത് നല്ല കാര്യം. ഈ കൊച്ചു പിള്ളേരൊക്കെ വോട്ടിടാൻ വരാൻ മടിച്ചിരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? വന്ന് എന്റെ മോള് വന്നു. വേറെ പിള്ളേരൊക്കെ പുറത്ത് ഇടാതിരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാ? വോട്ടിടണം എന്ന് പറയണ്ടേ? അമ്മയ്ക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? 7 മാസം കൊണ്ട് കിട്ടുന്നില്ല. അതെ അല്ലേ? അമ്മയ്ക്കോ അതുപോലെ? അപ്പൊ കൊടുത്തത് കറക്റ്റ് കക്ഷിക്കാണോ? ശരി ശരി. അപ്പോൾ രണ്ടുപേരും സന്തോഷമായിട്ട്. ഇന്നത്തെ ദിവസം ആദ്യം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ശേഷം ജോലി തുടങ്ങിയ രണ്ടുപേരാണ് ഇവർ. ഇവിടെ തിരുവനന്തപുരത്ത് ഊളംപാറ LP സ്കൂളിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഹരിതകർമ്മസേനയുടെ സ്റ്റാഫാണ്. ഇവിടെ വേണ്ട കാര്യങ്ങൾ, ഇവിടെ വൃത്തിയുമായി സംബന്ധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. പേരെന്താ? വിനിത. എൻ്റെ പേര് കുമാരി. രണ്ടുപേരും വോട്ട് ചെയ്തോ? ജോലി തുടങ്ങുന്നതിനും വോട്ട് ചെയ്തു. എവിടെയായിരുന്നു വോട്ട്? ഇവിടെയാണ്. രാവിലെ എത്ര മണിക്ക് വോട്ട് ചെയ്തു? 10 മണിയൊക്കെ. 10 മണിയാകുമ്പോൾ വോട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ജോലി. എവിടെയായിരുന്നു വോട്ട്? എനിക്ക് നെടുമങ്ങാടായിരുന്നു. നെടുമങ്ങാട് കൊല്ലംകാവില്. ഞാൻ രാവിലെ 8:30 മണിയായി വോട്ട് ചെയ്തു. ഇത് വൈകുന്നേരം പോയിട്ട് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ജോലി ഒക്കെ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാന്ന് ചിന്തിക്കാത്തത് എന്താ? നടക്കൂല ചിലപ്പോൾ. ഇവിടെ സമയമെല്ലാം കഴിയും. നമുക്ക് 6 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ 6 മണി കഴിഞ്ഞാലും ചിലപ്പോൾ സമയമൊക്കെ താമസിക്കണമെങ്കിൽ ഇടാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യം അങ്ങ് തീർത്തു. നമ്മൾ വോട്ട് ഇട്ടിട്ട് ഞങ്ങൾ വന്നു. അത് തന്നെയാണ്. സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് നേരത്തെ ഇട്ടിട്ട് നിന്നതാണ്. ഇന്നിപ്പോൾ വോട്ട് ഇട്ട സമയത്ത് എന്താ ഭയങ്കര സമാധാനം തോന്നി? എന്ത് തോന്നി? ഇന്നിപ്പോൾ എല്ലായ്പ്പോഴും നമ്മളെല്ലാവരും ഇലക്ഷൻ വോട്ട് ചെയ്യുന്നവരാണ്. ഇന്നത്തെ ഇലക്ഷൻ എന്തെങ്കിലും ഒരു പുതുമ തോന്നിയോ? ഞാൻ ചോദിക്കാൻ കാരണം സ്ത്രീകൾക്കായിട്ട് ഒരുപാട് പദ്ധതികൾ നൽകിയൊരു സർക്കാർ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒത്തിരി മാറ്റങ്ങൾ സ്ത്രീകൾക്ക്, നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോ? ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് അയൽക്കൂട്ടമായാലും മറ്റുള്ള ലോണുകളായാലും എല്ലാം ഒരു സമൃദ്ധിയാണ്. അത് ഒരു നേട്ടമാണ്. എനിക്ക് നല്ല നേട്ടം ഉണ്ടായിരുന്നു. ഈ ജോലിയുടെ ഭാഗമായിട്ട് ചെന്നപ്പോൾ ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല. ID കാർഡൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാനും പറ്റി. ചെന്നപ്പോൾ തന്നെ അവർ വിളിച്ചാൽ കയറ്റുകയും ചെയ്ത് എനിക്കിതുപോലെ ഇവിടെ ജോലിക്ക് വരാനുള്ളതാണ്. നേരത്തെ വിട്ട് ഹാപ്പിയാണ്. നമ്മളെ വോട്ട് പാഴായി പോയില്ല, ഇട്ട്. അതാണ് വാക്ക്. ഞങ്ങളുടെ വോട്ട് പാഴായി പോയില്ല, ഞങ്ങൾ വളരെ കൃത്യമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞവരാണ്. ഇതുപോലുള്ള ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ഇന്ന് ഒത്തിരിയും മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഒത്തിരിയും വ്യത്യാസമുണ്ട്. എല്ലാവരും അവരുടെ വോട്ട് ആദ്യം വിനിയോഗിക്കാനുള്ള ഒരു വ്യഗ്രതയിലായിരുന്നു. അങ്ങനെ എല്ലാവരും വോട്ട് കൃത്യമായ സമയത്തിൽ നൽകിയ ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്.